ദൈവം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നേരത്ത് പറയും, നിൻ്റെ നിർമ്മലൻ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുക. പ്രൊട്ടക്ഷനാണ് സംഭവം. എന്നുവെച്ചാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്നായി പറയണത്. ഈ വിഷയത്തിൽ കർത്താവ് ഇത് ഏറ്റെടുക്കും എന്ന് പറയണം. ഇതൊരു അഭിഷേക വചനമാണ്. അഭിഷേക വചനം പറയും, ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടതാണിത്. അത് നമുക്ക് ഈ വചനത്തിലൂടെ വരുന്നൊരു വിഷയം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് ആ നിൻ്റെ എന്നുള്ള വാക്ക് വരച്ച് ചുവപ്പ് മഷിയിൽ വരച്ചിട്ട് നിൻ്റെ നിർമ്മലൻ, എൻ്റെ എന്നുള്ള എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ നിർമ്മലൻ അവിടെ വിഷയം. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്കാണ് നിങ്ങളെ ഉടമ്പടി ചേർത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ത് പരിപാടിയുമായിട്ടാണ്? നിങ്ങളുടെ വീട് ജോലി, വിവാഹം, വിസ പ്രോസസ്സിങ്ങുമായിട്ടാണ്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത തോൽവിയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയാലും 30 പുതുക്കിയാലും നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ ലിങ്കാകുന്നിടത്തോളം കാലം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. നിങ്ങളും ദൈവവും തമ്മിലാണ്, അല്ല നിങ്ങളുടെ വസ്തുക്കളും തമ്മിലല്ല, നിങ്ങളുടെ വിഷയങ്ങളും തമ്മിലല്ല നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗതികേട് കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും നിങ്ങൾ ദൈവാനുഗ്രഹത്തെ അളക്കണത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് നോൺസെൻസ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധ്യത, ദൈവം തുറന്നിട്ടിരിക്കുന്ന സാധ്യതയിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിർമ്മലനാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കക്ഷിയാണെന്ന് പറയും. അത് അവസാനം വരെ പറയും. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ ഇടയ്ക്ക് പറയാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദൈവത്തിൻ്റെ ഒരു പരാജയവും അതാണ്. ദൈവം ഒരിക്കൽ നിങ്ങളെ ഒരു റെക്കോർഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചാട്ടക്കാരൊക്കെ ചാടുമ്പോഴും അവരൊരു റെക്കോർഡ് ഇടും. ഇപ്പം 53 ഇഞ്ചെന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് 58 ഇഞ്ചാണ് നിങ്ങൾ ചാടിയെങ്കിൽ പിന്നെ നിങ്ങൾ വയസ്സാകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ചാടാൻ പറ്റത്തില്ല. അതായത് മനുഷ്യൻ ഒരിക്കലിട്ട റെക്കോർഡ് അവന് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവന് പ്രായമാകുന്നതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം കൗണ്ട് ചെയ്യണത് എന്തായിരിക്കും? നീ ഇട്ട റെക്കോർഡായിരിക്കും കൗണ്ട് ചെയ്യണത്. അത് ഭയങ്കര സീരിയസ്. അത് ദൈവത്തിൻ്റെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് നീ ഏറ്റവും നിലവാരമുള്ള ഒരു ദൈവസ്നേഹം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവവേദന പിന്നീട് നീ ഇത്തിരി കുറഞ്ഞു പോയാലും ദൈവം പരിഭവപ്പെടും എന്ന് പറയാം. നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ടേക്ക് ദ ബെഡ് അപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എൻ്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എൻ്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ദൈവം. അപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്താണെന്നറിയോ? നിങ്ങളൊരു നല്ല കണ്ണും കാണാപ്പഴ ചെയ്യും കേൾക്കാം ജീവിക്കുകയും ചെയ്യാം ഉള്ള കാലത്ത്, നല്ല കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. അതാണ് നമ്മുടെ ഉടമ്പടി. നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. സാർ, ഉടമ്പടി നല്ല ആരോഗ്യവും അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വർക്ക് ചെയ്യണ കാലത്ത്
ഒരു റെക്കോർഡ് ഇടണം ദൈവത്തിരുസന്നിധിയിൽ. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡ്. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡെന്ന് പറയുമ്പോൾ അതിന് ഈ റോമർ 8:35 വെച്ചാണ്. എന്തൊക്കെയാണ് റോമർ 8:35? എന്തൊക്കെയാണ്? അവിടെയെല്ലാം ദൈവസ്നേഹത്തിന് നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് അനുഭവത്തെക്കാൾ മുകളിൽ നിർത്തുമ്പോഴാണ് റെക്കോർഡ് വീഴണത്. ആ വായിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ പട്ടിണി ഉണ്ടാകും, ക്ലേശം ഉണ്ടാകും. ഈ സമയത്ത് എന്തിനുള്ളതാണ്? ഇതെല്ലാം റെക്കോർഡ് ഇടാനുള്ളതാണ്. എപ്പോഴും ഓർത്ത് വെക്കണം. അതിലയ്യോ ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധി അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. ഇതൊക്കെ ദൈവത്തിരുസന്നിധി ഇത് എപ്പോഴും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. അത് റെക്കോർഡ് ദൈവത്തിരുസന്നിധി സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇടാൻ വേണ്ടിയുള്ള സമയമാണ്. ഒന്ന് വായിച്ച് എന്തൊക്കെയാണ് വായിച്ചത്? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതെല്ലാം നെഗറ്റീവാണ്. ആപത്ത്, വാള്, അല്ലേ, രോഗം, പട്ടിണി, ക്ലേശം, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പം നീ ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ ഇട്ടച്ചും പോയി നിന്നെ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരു വാശിപ്പുറം പോയതാ, പിന്നെ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിലെ ഇതാണ് റെക്കോർഡിങ് ടൈം. റെക്കോർഡ് ടൈം ഇതാണ്. എന്ന് വെച്ചാൽ നീ ഇപ്പം എന്താ, അവൾ വന്നില്ലല്ലോ, ചേൻ വിളിച്ചില്ലല്ലോ, വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പിന്നെ ആണ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ പിന്നെയും പട്ടിയെപ്പോലെ അവിടെ ജീവിക്കേണ്ടി വരികയില്ലേ? അത് കഷ്ടമല്ലേ? അമ്മായിയമ്മ എൻ്റെ വായിട്ട് കുത്തത്തില്ലേ? ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മോങ്ങി നിലവിളിച്ച് നടക്കും. എന്നിട്ട് അവർ വിളിക്കട്ടെ, ചേൻ വരണം, വന്ന് വരട്ടെ. എല്ലാ പെൺപിള്ളേരും പറയണത് ചേൻ വന്ന് വരട്ടെ, ഇച്ചേൻ വന്ന് വരട്ടെന്നാണ്. അപ്പോഴും കർത്താവ് വരണമെന്ന് പറയത്തില്ല. കർത്താവ് വന്നാൽ എന്ത്? ചേനല്ലേ കർത്താവായിരിക്കണത്. ഈ അറിയാത്ത വിഗ്രഹങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ പ്രാർത്ഥന വന്നിരിക്കുന്ന കള്ളപ്രാർത്ഥനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഏതോ വിഷയം കർത്താവായിട്ട് മാറും. അത് എപ്പോഴും ഓർത്ത്. ഇപ്പം നിങ്ങളിപ്പോൾ 6 മാസം നിങ്ങളെ പിരിഞ്ഞ് നിൽക്കണ ജീവിത പങ്കാളി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മകൻ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ. മകൻ വിളിക്കണില്ല, എൻ്റെ അച്ഛൻ അവൻ വിളിക്കണില്ല, അച്ഛൻ അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ഇപ്പോൾ വെച്ചാൽ മാതാവായാലും കർത്താവായാലും ഇപ്പം ഇവരെ കാണുമ്പോൾ ഓടിക്കളഞ്ഞ് മിക്കവാറും. എന്താ കാര്യം കഴിഞ്ഞാൽ ഇവർക്ക് മാതാവ് മകളാണ്. അതാണ് വിഷയം. ഇവരെ കാണുമ്പോൾ ഇവർ കൃപാസനത്തിൽ ഫോട്ടോയും കൊണ്ട് കയറുമ്പോൾ തന്നെ കൃപാസനത്തിലുള്ള മാതാവ് അപ്പം തന്നെ തുണിയെടുത്ത് മുഖത്തിടും. എന്താ കാര്യം? ഇവർക്ക് ആരാണ് മാതാവ്? മകളാണ് മാതാവ്. അവളെ വിളിക്കണില്ലെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല ഈ പിശാച്. അതാണ് വിഷയം. അവൻ വിളിക്കണില്ലെന്ന് ഈ സാധനം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവളുടെ ദൈവം ആരാണ്? ആ വിളിക്കാത്ത ഭർത്താവോ ഭാര്യയോ ആരാണ്? ഈ സാധനം ഉള്ളതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് റെക്കോർഡ് ഇടുന്ന ടൈമാണിത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ലോകാരൂപി ഒന്നും ലോകാരൂപിയിലാണെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല നമുക്ക്. പരിശുദ്ധാരൂപി ഉണ്ടെങ്കിൽ പറയും, എൻ്റെ ദൈവത്തിലെ 6 മാസമല്ലേ, ഇനി ഒരു 6 കൊല്ലം കഴിയട്ടെന്ന് വിചാരിച്ചോ. നീ നിൻ്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. നിന്നെ കല്യാണം കഴിച്ചിരിക്കണ കർത്താവാണ്. അല്ല ഇന്നലെ നീ കണ്ടുമുട്ടിയ നിൻ്റെ 20ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ആളല്ല. നിന്നെ ജനിക്കണ മുമ്പ് നിൻ്റെ അമ്മയുടെ ഉദരത്ത് ഉരുവാക്കിയ ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന്. കണ്ടാ, അത് പറയണതാണ്. ആര് പറയും? പരിശുദ്ധാത്മാവേ പറയത്തുള്ളൂ. എൻ്റെ ദൈവപൈതലെ, നിങ്ങൾ നേടാത്ത ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ കർത്താവിനെ നിങ്ങൾ കർത്താവാകാത്തത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് നിസി ഷൈജു, എഴുപുന്ന സെൻറ്റ് ആൻ്റണീസ് ഇടവകാംഗമാണ്. ഞാൻ 2017 ഡിസംബർ 15-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 20ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. 3-ാം തവണയാണ് അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. അതിനെല്ലാം അമ്മയോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് കട്ടപ്പനയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ആയിരുന്നു. എൻ്റെ മോന് കാലാവസ്ഥ പിടിക്കാതെ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വന്ന് നിന്നിരുന്നത്.
കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് നാട്ടിലിവിടെ ഒരു വീടെടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഒത്തിരി നോക്കിയെങ്കിലും വീടൊന്നും ശരിയായില്ല. 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് എഴുപുന്നയിൽ 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടി എടുക്കാൻ സാധിച്ചത്. ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞങ്ങൾ വീട് വാങ്ങിയത്. 6 വർഷമായിട്ട് മുടങ്ങാതെ ഞങ്ങൾ ലോൺ അടക്കുന്നുണ്ടെങ്കിലും തീർന്നില്ല. പിന്നെ മുതലിലേക്ക് കുറച്ച് പൈസ മാത്രമേ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 6 വർഷത്തോളം ഇങ്ങനെ അടച്ചടച്ച് മടുത്തപ്പോൾ ഞാനിവിടെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, കടം എത്രയും പെട്ടെന്ന് തീർത്തു തരികയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കയ്യിൽ സ്വർണം കുറച്ചുണ്ടായിരുന്നു. പെട്ടെന്ന് സ്വർണത്തിന് വില കൂടുകയും അത് കൊടുത്ത് കടം പെട്ടെന്ന് തന്നെ വീടാനായിട്ട് സാധിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഴജന്തുക്കളുടെ ശല്യം അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരു മതിലൂടെ ഒന്ന് കെട്ടി ഒന്ന് സുരക്ഷിതമാക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിർത്തിയിൽ 3 മരങ്ങൾ, വലിയ മരങ്ങൾ 3 നിന്നിരുന്നു. അപ്പോൾ ഉടമസ്ഥന് അത് വെട്ടിത്തരാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ മതിലിൻ്റെ പണി ഇങ്ങനെ നീണ്ടുപോയി. അപ്പം ഞാൻ ഉടമ്പടിയിൽ അതും ഒരു നിയോഗം വെച്ചു. അങ്ങനെ ഉടമസ്ഥൻ തന്നെ ഒരു മരം വെട്ടിത്തന്നു. വേറൊരു മരം ഞങ്ങൾക്ക് വിലക്കെടുക്കാനായിട്ട് അവർ സമ്മതിച്ചു. അങ്ങനെ മതിൽ പണിതു. പിന്നെ ഒരു മരം കൂടി അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കാറ്റും മഴയിലും ആർക്കും ഒരു ഉപദ്രവവും കൂടാത്ത രീതിയിൽ തന്നെ ആ മരം വീണു. അങ്ങനെ അവിടുത്തെ പ്രതിബന്ധങ്ങളെല്ലാം തീർന്നു. പിന്നെ ഞാൻ 2003 ഉടമ്പടി 2003 TTC പാസ്സായതാണ്. പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചെങ്കിലും PSC ലിസ്റ്റിലൊക്കെ വന്നതാണ്. എന്നാലും എനിക്ക് ജോലിയൊന്നും ശരിയായില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടറ്റ് നിർബന്ധമാക്കി. അപ്പോൾ എനിക്കിങ്ങനെ 20 വർഷത്തെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് പിന്നീട് സ്കൂളുകളിലൊക്കെ ഡെയിലി വേജസ് ആയിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഗ്യാപ്പ് നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും തരാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ ജോലിയുടെ ആ ഒരു സ്വപ്നമൊക്കെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കേട്ടറ്റും കൂടെ വന്നപ്പോൾ എനിക്കത് ഇനി ഒരിക്കലും ഇതൊന്നും എഴുതിയെടുക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു ചിന്തയായി. ഞാൻ 3 തവണ കേട്ടറ്റ് അറ്റൻഡ് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ തോറ്റുപോയി. അപ്പോൾ എനിക്ക് ഉറപ്പായി ജോലി എന്നുള്ള സ്വപ്നം അങ്ങോട്ട് ഉപേക്ഷിക്കണം. അപ്പം ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ നിയോഗത്തിൽ ജോലിയുടെ കാര്യം വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഒരു അനക്കവും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈശോ ചിലപ്പോൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടാകില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ ഞാൻ ജോലിയുടെ സ്വപ്നമൊക്കെ ഇങ്ങനെ മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണ്. ഒരു മോൻ കേട്ടറ്റ് കിട്ടിയ കാര്യം പറഞ്ഞ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിനൊരിങ്ങനെ ഒരു ഉണർവ് തോന്നി. ഞാൻ അപ്പം തന്നെ അതിലൊരു കമൻ്റ് ആയിട്ടിട്ട്, മാതാവേ എനിക്കും കൂടി ടെറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്നും പറഞ്ഞ് ഞാൻ അപ്പം തന്നെ നേർന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ ഒരു നിയോഗമായിട്ട് കേട്ടിട്ടും വെച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ അങ്ങനെ തോന്നി. പഠിക്കണം എന്നുള്ളൊരു ചിന്ത. ആദ്യമൊക്കെ ഇങ്ങനെ പഠിക്കാനിരുന്നാലും എനിക്ക് പെട്ടെന്ന് ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്കൊന്നും തന്നെ പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് അങ്ങനത്തെ എനിക്ക് ഒരു ചിന്തിക്കാൻ തന്നെ പറ്റണില്ലായിരുന്നു. പക്ഷേ ആ സാക്ഷ്യം കേട്ടാൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഉണർവും പഠിക്കണമെന്നുള്ളൊരു ചിന്ത അങ്ങനെ തന്നെ വന്നു. അങ്ങനെ ഞാൻ ഉത്സാഹത്തോടെ ഇരുന്ന് പഠിച്ചു. കേട്ടിട്ട് കാറ്റഗറി 1 മാതാവിനെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മയുടെ കാശ് രൂപമായിട്ടാണ് പോകുന്നത്. അതുപോലെ ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും ഞാൻ കുറച്ചെടുക്കുമായിരുന്നു. പരീക്ഷാ ഹാളിൽ കൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. അങ്ങനെ കേട്ടിട്ട് 1 നല്ല മാർക്കോടെ അമ്മ പാസ്സാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഞാൻ എപ്പോഴും കൊണ്ട് അപേക്ഷ കൊടുക്കുമെങ്കിലും എന്നോട് BEd ഉള്ളവർക്കേ ചാൻസ് ഉള്ളതെന്നാണ് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്കൂളിൽ ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഒരു സ്കൂളിലെ സിസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ജോലിക്ക് കയറിക്കോളാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ജോലിയിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ കേട്ടിട്ട് കാറ്റഗറി 2 കൂടി ഒന്ന് എഴുതിയാലോ എന്നിങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ കേട്ടിട്ട് 2 അപ്ലൈ ചെയ്തു. പക്ഷേ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ പരീക്ഷ നന്നായിട്ട് പഠിച്ചെഴുതാനായിട്ടൊരു ആത്മവിശ്വാസമാണ് അമ്മ എനിക്ക് തന്നത്. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനേ സമയം കിട്ടിയില്ല. ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പഠിച്ചില്ല.
പക്ഷേ കേട്ടിട്ട് 2ൻ്റെ പരീക്ഷയുടെ സമയത്ത് അന്നത്തെ ദിവസം അത് രാവിലെ തന്നെ ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. ഉച്ചകഴിഞ്ഞായിരുന്നു എനിക്ക് പരീക്ഷ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ നടയിരുന്ന് കുറേ പ്രാർത്ഥിച്ചിട്ട് 3 കെട്ട് പത്രവും മേടിച്ച് ഞാനപ്പം തന്നെ ചേർത്തല എക്സ്റേ ഹോസ്പിറ്റലിൽ പോയി അവിടെ വിതരണം ചെയ്തു. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിലൊക്കെ വിതരണം ചെയ്തതിന് ശേഷം ഞാൻ പരീക്ഷാ ഹാളിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ഒന്നും പഠിക്കാനില്ല. കാരണം എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ബുക്ക് ഓപ്പൺ ചെയ്തേയില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരീക്ഷ തുടങ്ങി. ഞാൻ എന്തൊക്കെയോ ഞാൻ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കേട്ടിട്ട് 2-നും അമ്മേനെ ജയിപ്പിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസവും തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, കേട്ടിട്ടൊക്കെ തന്നെങ്കിൽ പിന്നെ ഒരു എയ്ഡഡ് സ്കൂളിലൊരു ജോലി അമ്മ തരുമായിരിക്കും, അപ്പോൾ ഈ സ്കൂളായിരിക്കില്ല എന്നോർത്ത് പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി തരണേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതെപ്പോഴും എല്ലാ പുതുക്കലിനും ആ ഒരു നിയോഗം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ജോലി അങ്ങനെ ആ ജോലിയുടെ ആ ഒരു ഇതില്ലായിരുന്നു. ബാക്കി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വാരിക്കോരി തരുന്നുണ്ട്. എന്നാലും എനിക്ക് ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സാക്ഷ്യം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു, ജോലി കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്താമെന്നുള്ളതിൽ. അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം രൂപതയിൽ നിന്ന് ഒരു ടെസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ പോയി ആ ടെസ്റ്റിൽ പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ചിന്തിക്കാനോ അവിടെ വരാനോ ഒരു യോഗ്യതയും ഇല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈശോയുടെ കൃപ കൊണ്ട് എന്നെ ഈശോ ആ ടെസ്റ്റിൽ വിജയിപ്പിച്ചു തന്നു. എവിടെ ചെന്നാലും അമ്മ എനിക്കായിട്ടൊരു ദൂതനെ പറഞ്ഞയക്കുന്നത് പോലെയാണ് എനിക്ക് എവിടെ ചെന്നാലും ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആഗ്രഹിക്കാൻ കൂടിയുള്ളൊരു യോഗ്യത ഇല്ലായിരുന്നിട്ട് കൂടി ഈ ജോലി എന്നുള്ളൊരു സ്വപ്നം പോലും ഞാൻ എൻ്റെ മനസ്സിലില്ലാതിരുന്നതാണ്. കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ നിന്ന് അമ്മ എനിക്ക് ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആ ടെസ്റ്റും വിജയിച്ചു, ഇൻ്റർവ്യൂവിനും പാസ്സാക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ശരിക്കും ഏജ് ഓവറാകുന്നതിൻ്റെ വക്കിൽ നിൽക്കണം. 43-ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ടെസ്റ്റിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് ഇത് ലാസ്റ്റ് ചാൻസാണ് അമ്മേ, ഇനി എനിക്ക് ഈ ജോലിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനോ എനിക്ക് ഇനി ഈ ഒരു കാര്യം എനിക്ക് അമ്മയുടെ അടുത്തിന് പറയാനൊന്നും പറ്റത്തില്ല, ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 25 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 25 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 25-ാമതായിട്ട് ഞാൻ കയറിയാൽ ഒരു കാര്യവുമില്ല. എനിക്ക് കയറുകയാണെങ്കിൽ ഈ വർഷം തന്നെ കയറിയാലേ എനിക്ക് ചാൻസ് ഉള്ളൂ, കാരണം അല്ലെങ്കിൽ എൻ്റെ ഏജ് ഓവറായി പോകും. അപ്പം ഞാനത് അമ്മയോട് എപ്പോഴും മനസ്സിലെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ലിസ്റ്റ് ഇട്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു 5-ൽ താഴെയെങ്കിലും ഒരു റാങ്കിൽ വന്നിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാമായിരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 4-ാമത്തെ റാങ്കായിട്ട് അമ്മ മാതാവ് എന്നെ അതിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഞാൻ എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇത് അമ്മയ്ക്ക് ഈ അനുഗ്രഹത്തിന്, ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു ജോലി, അതെൻ്റെ അമ്മ മാതാവ് സാധിച്ചു തന്നു. ഈ ഉടമ്പടിയിലൂടെ എനിക്ക് അമ്മ സാധിച്ചു തന്നു. ഉടമ്പടിയിലൂടെ എല്ലാം സാധിച്ചു തരുന്നുണ്ട്. ജോലി ഇത്രയും നീണ്ടുപോയത് ഇപ്പോഴായിരിക്കാം ദൈവം അത് അനുവദിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെനിക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ദൈവം നടത്തി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എപ്പോഴും അമ്മയുടെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ട് ഒരു സംരക്ഷണം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ ഇങ്ങനെ കൂടെ ഉള്ള ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉടമ്പടി എടുത്തതിൽ നിന്ന് കിട്ടി. പിന്നെ ആത്മീയ ജീവിതം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്യും. ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് ചെറിയൊരു ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൈസ ആവശ്യമുള്ളവർ ചോദിച്ചു വരുമ്പോൾ ഞാൻ എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഇത്രയും എല്ലാ അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പിന്നെ കുമ്പസാരം മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ശനിയും ഞായറും പള്ളിയിൽ പോകുന്നുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ധ്യാനം, ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ കൂടുകയും അത് അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും പിന്നെ ജോലി മേഖലയിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ധ്യാനമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവിടെ പത്രമൊക്കെ വിതരണം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി പറയുന്നു. അമ്മ മാതാവിലൂടെ തിരുക്കുമാരൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് നീതു എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ്. ഇത് ഞങ്ങളുടെ വാവയാണ്.
ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ 2023 അന്ന് ഞാൻ ഒത്തിരി സങ്കടത്തോടെയാണ് ഇവിടെ വരുന്നത്. കാരണം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് 2021 അന്ന് കോവിഡായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ മഹാമാരി കാരണം ഞങ്ങൾക്ക് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഞാൻ സൗദിയിലായിരുന്നു, ഹസ്ബൻഡ് ആണെങ്കിൽ മസ്കറ്റിലായിരുന്നു. അപ്പം എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഒരുമിച്ച് താമസിക്കാനും അവിടെ ഒരു ജോലിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനോ അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായില്ല. ഞാൻ സൗദിയിൽ MOH നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഞാൻ മസ്കറ്റിൽ MOHലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ 2023 അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരുക്കുമാരനെ കണ്ടു. തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 വീക്കിന് ശേഷം എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. കൊച്ചിയിലായിരുന്നു ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നു. ശരിക്കും എനിക്ക് ഒരു എലിജിബിലിറ്റി ഇല്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ സൗദിയിൽ നിന്ന് വെക്കേഷനായിട്ട് റിസൈൻ പീരീഡിൽ 2 മന്തിന് വേണ്ടി മാത്രം വെക്കേഷന് വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഒമാൻ്റെ റൂൾ അനുസരിച്ച് 3 വർഷത്തെ കണ്ടിന്യൂസ് സർട്ടിഫിക്കറ്റ് വേണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെന്നു. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ, ഓറൽ ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ ജോയിനിങ്ങിന് മുമ്പായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടുകൾ ഇവിടെ തരണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നു. ഫസ്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരുന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയി. എൻ്റെ കയ്യിലാണെങ്കിൽ ലാസ്റ്റ് 5 ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷേ അവർ സമ്മതിച്ചു. ഞാൻ ഓറൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓറൽ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. പിന്നെ അവരെന്നോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷിയാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് മസ്കറ്റിൽ താമസിക്കുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നു 2 വർഷം. അതിനുശേഷം ഞങ്ങൾ ഒരു പുതിയ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ കുറച്ച് വാക്സിനൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വാവ വേണമെന്ന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മ മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന തിരുക്കുമാരനെ അമ്മ എനിക്ക് തരണമേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അമ്മ മാതാവിനോട്. അതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ഞാൻ കൺസീവായി. 2024 ഞാൻ കൺസീവ് ആവുന്നത്. മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒന്നോടെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവെ ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞു വാവേനെ ഞങ്ങൾക്ക് തരണമേന്ന് ഞങ്ങൾ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. തൈലം തൊട്ട് വയറിൽ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി ഞങ്ങൾ വളർന്നു. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് അബോർഷനായി. അപ്പം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. പക്ഷെ അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് ചിലപ്പോൾ ചെയ്ത ഒത്തിരി നന്മയാണ്. ചിലപ്പോൾ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ഞങ്ങൾ എപ്പോഴും ഹെൽത്തി വാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ആ വാവേനെ തന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അമ്മ മാതാവ് അതിനെ തിരിച്ചെടുത്തതെന്ന് ഞങ്ങൾ വിചാരിക്കണു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആത്മീയ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി. ഞങ്ങൾക്കൊരു 6 മന്ത് പീരീഡ് അവർ പറഞ്ഞായിരുന്നു. അതിനുശേഷം നാച്ചുറലായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരു വാവേനെ തരുവാണ്. അത് നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്ക് തന്നു. വാവയുടെ പേര് ജെസ്സേ എന്നാണ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. വാവ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, അമ്മ മാതാവ് എന്നെ ഇവിടെ വന്ന് കൊണ്ടേ നിർത്തിയതാണ് എന്ന് ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതിക്ക് മുമ്പ് വാവയ്ക്ക് ഒരു 3 മന്തായപ്പോൾ ഞാനിവിടെ വന്നായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി പീരീഡിലല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ഈ അൾത്താരയിൽ വന്ന് തിരുക്കുമാരൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു പോയപ്പോൾ ഇനി എപ്പോൾ സാക്ഷ്യം പറയും എന്നായിരുന്നു എനിക്ക്. അതൊരു കടമായിട്ട് എൻ്റെ മനസ്സിൽ നിന്നു.
ഈ 3 വീക്ക് മുമ്പ് എൻ്റെ വാവയ്ക്കാണെങ്കിൽ ഒരു അബ്നോർമലായിട്ടുള്ള ജെർക്കിങ് മൂവ്മെൻറ്റ്സ് വന്നു. ഞങ്ങളവിടെ 2-3 പീഡിയാട്രീഷ്യന്മാരോട് അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്തു എന്തായിരിക്കും. അപ്പോൾ അവർക്ക് ആർക്കും അവർ പറയുന്നില്ല അതെന്താണെന്ന്. ചിലർ പറയുന്നു ഫിക്സ് ആവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പെട്ടെന്ന് എമർജൻസി പോയി വാവേനെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി. മാതാവ് തന്ന കൊച്ചാ, മാതാവ് ഒരു ആപത്തും വരത്തില്ലെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് എടുത്ത് ഇവിടെ വന്നു. ഞങ്ങൾക്ക് അവിടെ അവർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ വാവേനെ കാണിക്കണം, എന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. വാവയ്ക്ക് EG ചെയ്യണം എന്ന് പറഞ്ഞു. EG എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ എമർജൻസി എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് 1 വീക്കിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി ടെസ്റ്റ് ചെയ്തു, എല്ലാം നോർമലാണ്. അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി എടുത്ത സമയത്താണെങ്കിലും ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ പ്രഗ്നൻസി പീരീഡിൽ ഓരോ നിമിഷം പോലും ഓരോ രാവിലെ ഇപ്പം ഞാൻ 9 മന്ത് ഡ്യൂട്ടി ചെയ്ത ആളാണ്. ഡെലിവറിക്ക് തലേദിവസം വരെ ഞങ്ങൾ മാതാവിൻ്റെ എണ്ണ പുരട്ടി, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഞങ്ങൾ പത്രം ഇപ്പം ഞങ്ങൾക്ക് അവിടെയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലൂടെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു വീതം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. നാട്ടിലായിരുന്നപ്പോൾ പോലും ഞാനിങ്ങനെ എൻ്റെ കോതമംഗലത്താണ് എൻ്റെ വീട്. അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഓരോരുത്തർക്കും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആത്മീയ വളർച്ചയ്ക്ക് ഞങ്ങൾക്ക് പറ്റി. അതുപോലെ ഞാനും ഹസ്ബൻഡും ആയിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുവാണെങ്കിൽ, ഇപ്പം നമ്മൾ വെറുതെ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ പോലും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി മാത്രമേ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. അത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണമായിരുന്നു. അതും കണ്ടിന്യൂ ചെയ്യാനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉടനീളം ജീവിക്കാമെന്നും അമ്മ മാതാവിനോട് ഞാൻ വാക്ക് പറയുന്നു. തിരുക്കുമാരന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു.